എങ്കിലും നിന്റെ മക്കള് നിനക്ക് കാണിക്കുന്നതില് ആയിട്ടുണ്ട് നിന്റെ മനസ്സിലെന്തോ ഒരു മലബാർ ഭാഷ പറഞ്ഞ ബേജാറ്, കോഴിക്കോട് ഭാഷ പറഞ്ഞ ബേജാറ്. അതാണ് അന്തർമനസ്സാണ്, അന്തർമനസ്സ് ഇരിക്കുന്നു. അപ്പൊ അത് വരാൻ പാടില്ല എന്നും വിഗ്രഹം വാങ്ങാൻ ആരും വരുന്നില്ല, ആരും വിഗ്രഹിക്കാൻ തയ്യാറാണ്, വിഗ്രഹം വാങ്ങാൻ ആരും വരുന്നില്ല. രാജ്യവും ഒരു കാലഘട്ടത്തിൽ അനവധി ഭക്തന്മാര് വന്ന് നിഗംഭരായ വിഷയങ്ങളെ കൊണ്ട് ഒരു പരിപൂർണമായ പരിപാവനമായിട്ട് ഉണ്ടായ ഒരു സങ്കേതമാണെന്നും ഈ ചക്രരാശിയിൽ നിന്ന് ഭൂമിയെ ചിന്തിക്കുന്ന രാശി ചക്രാണ്, സൃഷ്ടാംഗ രാശി നിന്നൊക്കെ സാന്നിധ്യഭാവത്ത് 9 ശരിയല്ലേ? ഗുരു ശശിഗോരാസു നാട്ടുനിഷ്ഠാസു ഗുരു നവഭോഗ സംസ്ഥയെ മന്ദഗിരി അന്യീരനിഷ്ഠേ നവജലപയോഗി ദീക്ഷിത പാർത്തിവേന്ദ്രാന്നല്ലേ. അപ്പം ചക്രാടത്തുനിന്ന് സൃഷ്ടാംഗരാശിയിൽ ദീക്ഷിത യോഗല്ലേ, സന്യാസയോഗം കാണിച്ച പ്രശ്നം. ആ ശരിയാണ് ആളുകൾ ദീക്ഷിതം. അപ്പൊ ആ ഗുരുവിനെ ശരിദൃഷ്ടിയുണ്ട്. ഒരു മന്ദേ കർശന ദീക്ഷിതഹാന്തര ഒരു സന്യാസയോഗമുണ്ട്. ഒരു ഉപാസകനായിട്ടുള്ള സന്യാസി സ്വാമിയാരുടെ സാന്നിധ്യബന്ധവും ഈ ക്ഷേത്രവുമായിട്ട് അഥവാ ഈ പൂർവ്വകാലഘട്ടത്തിൽ ഈ ഭൂമിയായിട്ടോ ഈ ക്ഷേത്രമായിട്ടോ ചർച്ച ചെയ്യുന്നതാണ് ഉപദേശനി. ദൃഷ്ടിയിട്ടുള്ളതുകൊണ്ട് ഈ സുബ്രഹ്മണ്യന്റെ അയാളുടെ നാട്ടിൽ പോയോ അതിന്റെ പ്രയാസമായി സുബ്രഹ്മണ്യ ഉപാസകൻ തന്നെയായിട്ടുള്ള അയാളെ നാട്ടിലെ സമയത്ത് അങ്ങനെയുള്ള ഏതോ ചില അയാളല്ല അങ്ങനെയുള്ള ഏതോ ചില മഹത്വ്യക്തികൾക്ക് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഉപാസകൻ ശിവരാശി 9 ശരി വന്നാൽ മയൂറാജി എന്നൊക്കെ പറയേണ്ട ഒരു സന്യാസി സന്യാസികളോട് അങ്ങനെയുള്ളതായൊരു ദീക്ഷിത ബന്ധം അല്ലെ. അദ്ദേഹം ഈ ഉപാസകനാവാം. കാരണം ആ യാഗം ഈ നേരത്തെ പറഞ്ഞ യാഗമാണ് ചൊവ്വയോടുകൂടി സമാക്ഷേപം ചെയ്തത് അല്ലെ. ദുർഗസ്ഥേകരു അപ്പൊ ദേവതയ്ക്ക് സൂക്ഷിക്കാനൊക്കെ പറയുന്ന ഒരു ഉപാസകനായിട്ടുള്ള അഗ്നി സൂക്ഷിക്കുന്ന ഗ്രഹത്തിലുള്ള ബ്രാഹ്മണനെ പോലെയുള്ള ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധമല്ലേ അതുകൊണ്ട് സൂചിപ്പിക്കേണ്ടത്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളതായ വ്യാഘബന്ധമോ അല്ലെങ്കിൽ അതേപോലെയുള്ളതായ വിശിഷ്ടമായിട്ടുള്ള ചില സങ്കേതങ്ങളോ അല്ലെങ്കിൽ ഉപാസകന്മാരുടെ ഒരു ബന്ധം, സന്യാസി ദീക്ഷിതന്മാരുടെ ഒരു ബന്ധം ഈ സങ്കേതത്തിന് പൂർവ്വകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലധികം സന്യാസിമാരൊക്കെ ആയിട്ടുള്ള ബന്ധം അപ്പൊ രണ്ടാദ്യമാണ് അല്ലെ. ആദ്യം എല്ലാം ഒരു രണ്ടാദ്യമാണെന്ന് കാണുന്നത് നിരവധി പ്രാപ്തബിന്ദു നിജോവാനല്ലേ. നിരവധിയാൽ പ്രാപ്തമായ വിധം ഇതുമായി ബന്ധപ്പെട്ട ഏതോ ചില വിഭാഗക്കാർ ഉത്തമമായ ഏതോ വിഭാഗക്കാർ ഈ ഭൂമിക്ക് കൊടുത്ത് ദാനം കൊടുത്ത് പ്രാപ്തബിന്ദു നിജോവ ഇത് രണ്ടാദ്യമാണ്. വിജയൻ യാഗവും ചൊവ്വയും തന്നാലല്ല വിജയനാണ്. വിജയപത്ര വിജാനീ അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ഇന്ന് വിജയനുള്ള പേര് പറയാനുള്ള കാരണം. ജന്മനാ കസ്യ പുത്ര ഒരാളുടെ മകനായിട്ട് ജനിച്ച് അവരസ്യ ക്രിയാവശ ചുട്ടനായിട്ട് ജനിച്ച് ഒരാളുടെ കർമ്മം കൊണ്ട് ദീക്ഷ ഗായത്രി ദീക്ഷ കിട്ടുമ്പോഴേ ആരാവുന്നുള്ളൂ, അദ്ദേഹം ബ്രാഹ്മണനാവുന്നുള്ളൂ. അതുപോലെ എന്തില്ല അതുകൊണ്ടാണ് വിജയൻ രണ്ടാം ജന്മം ഇതും കൂടി പറയാനുള്ള കാരണം. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രസങ്കേതത്തിന് രണ്ടാം ജന്മം, ഈ സങ്കേതം ഒരു രണ്ടാം ജന്മമാണെന്ന് ഇന്ന് കാണുന്ന ഒരവസ്ഥ. ഒരു സന്യാസിയായിട്ടുള്ള ബന്ധവും ഉപാസകനും ആ ഉപാസകന്റെ ഉപാസനയിൽ കൂടെ വന്നതായ ആ 9 ചൊവ്വയല്ലേ, ആ ശരീരം 9 ചൊവ്വയല്ലേ ഉപാസനാസ്ഥാനത്തിൽ. അപ്പൊ ചൊവ്വയ്ക്കാണോ പറഞ്ഞത് കുമാരോ ഭൈരവാദിരവ അപ്പൊ ഉഭയരാശി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനെയും ഭൈരവാദികളെയും ഉഭയരാശി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കാളികലയായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കലകളെയും ചിന്തിക്കും. അപ്പോൾ ഉപാസനാസ്ഥാനത്തിൽ ചൊവ്വ വരികയും ചൊവ്വ ആളുകളുടെ വീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഉപാസനയിൽ കൂടെ വന്നതായൊരു
സുബ്രഹ്മണ്യ അങ്ങയുടെ ഒരു ബന്ധം ആണ് ഇവിടെ ഇതിൽ സൂചിപ്പിക്കുന്നത് കൂടിയാണ് അല്ലേ? ഈ നേരത്തെ പറഞ്ഞ പിന്നെ 3 രാശിയിൽ നിന്ന് വ്യാഴം അനുകൂലമായി, 3 രാശിയിൽ നിന്നും പ്രതികൂലമായി. അപ്പോൾ ദൈവാധീനത്തിൻ്റെതായ കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ആരാധിക്കപ്പെടുന്ന ദേവന്റെ അനുഗ്രഹം ഈ ദേവനുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഉണ്ടോ? രണ്ടാമത് ചിന്ത അന്വേഷണം വേണമല്ലോ. शांतिमते तदेतरकादेवसदे अनुग्रहं कुर्युः सौम्यानां भयः विश्वविद्यालय शुक्रिया मुनिना इल्लल्ल दृष्टि शुक्रिया दृष्टि ഇല്ല അമരാചാര്യസ്യ ഭാവേ ജ്ഞാനത്തിന് അനുകൂലമായ ഭാവത്തിൽ കാണും അതുണ്ടല്ലോ. അപ്പോൾ സാമാന്യന മറ്റുള്ള വിഷയങ്ങളിൽ വ്യാഴം അനുകൂലമായി എന്നുള്ളതും രക്തപതി രക്തഭാവത്തിലുണ്ട് എന്നുള്ളതും മറ്റുള്ള ഗ്രഹങ്ങൾ വിശ്വസ്മാരാണ്. ശുക്രനാണ് വിശ്വസ്തനായി, സർവശുക്രന്മാര് വിശ്വസ്തന്മാരായി. നേരത്തെ പറഞ്ഞ പൂർണ്ണയോഗം പറഞ്ഞെങ്കിൽ ശുഭഗ്രഹങ്ങൾ രംഗത്തിലും ഏഴുമായിട്ട് നിന്ന് വ്യാഴം അനുകൂലമായി വരണം. എങ്കിലും ഇവിടെ സാമാന്യന വ്യാഴം അനുകൂലമായി ഭാവത്തിൽ വന്നു എന്നുള്ളതൊക്കെ കൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു അനുഗ്രഹം പിന്നെ ഉള്ള ദേവതയാണെന്ന് സാമാന്യന പൂർണ്ണയമല്ല സാമാന്യനെ കാണുന്നത്. സാമാന്യന കാരണം എന്താ? പാമ്പ് കെട്ട് അനുഭവസ്ഥാന കോപം പാപോദയം വരിക, പാപദൃഷ്ടി വരിക, മറ്റൊരു ചിലരായിട്ട് വന്നില്ല കോപം. അപ്പൊ ഇവിടെ ചൊവ്വാദൃഷ്ടി വരും. അപ്പൊ ഇവിടെ എന്തുണ്ട്? കോപം ഉണ്ടല്ലോ. ഈ അനുഗ്രഹിക്കുന്ന കാലമുള്ള ദേവതയില് എന്തോന്നില് അസ്വസ്ഥതകള് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നും കോപസ് കാരണം കോപശമനായ കോപെടുത്തത് കണ്ടാൽ എന്ത് വേണം? കോപശമനായത്തിനായിട്ടുള്ള പ്രതിക്രിയ ചെയ്ത് ദേവദാനം നിജോട്ടാനം കോപസ് കാരണം കോപശമനായ പ്രതിക്രിയ ദേവദാനം നിരാനുഷ്ഠാനം ശരിയല്ലേ? അപ്പം ഏത് അതാണ് കോപത്തിന് കാരണം എന്നുള്ളത് അതൊക്കെ സാന്നിധ്യം ഗുണാഭൂതി പാപസ്തുതി സത്രാദീനാനും ബഹുഭൂഷണമോ ഏത് ഭാവത്തിലാണോ പാപഗ്രഹങ്ങൾ ആ ഭാവത്തിലാണ് ദേവതയ്ക്ക് കോപം പറയേണ്ടത് അല്ലേ? അപ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹങ്ങളുള്ള ദേവതമാരാണ് ഇവിടെ ഉള്ളതെങ്കിലും അനുഗ്രഹങ്ങളിൽ എന്തോ ചെറിയ പോരായ്മകൾ ഇപ്പോഴുണ്ട് എന്നുള്ള സൂചനയുണ്ട്. ആ സൂചനകളെ എന്താണെന്ന് നോക്കി പരിഹരിച്ച് ഈ വിഷയങ്ങളായി കഴിഞ്ഞാൽ പ്രശ്നം കഴിയും അല്ലേ? ലഗ്നാധിപന്റെയും 5ാം ഭാവാധിപന്റെയും 8ാധിപന്റെയും പരസ്പര കേന്ദ്രസ്ഥിതിയും ത്രികോണ അംശകൾ കൊണ്ട് ത്രികോണ ബന്ധവും വന്നതുകൊണ്ട് സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഭേദമാണ് അല്ലേ? ലഗ്നാൻ പഞ്ചമലഗ്നരന്ധ്രപതയ സംയുക്തം ബിംബസ്യ അമിതേസഹ പ്രതീതം സാന്നിധ്യം സ്ഥിതി. അപ്പം ലഗ്നാധിപനും 5ാം ഭാവാധിപനും 8ാധിപനും പരസ്പരം ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവിടെ അശക്തിത്തായ ചൈതന്യം നിലനിൽക്കുന്നതാണ് എന്ന് പറയേണ്ടതാണ്. അപൂർവമായിട്ടൊരു നിയമമാണ്. അതിവിടെ ഗംഭീരായിട്ടുണ്ട്. അപ്പോൾ ഈ ആരാധന നശിപ്പിച്ചാലും നശിക്കാത്ത ഒരു അസാധാരണമായ ഒരു സാന്നിധ്യകല ലഗ്നാധിപനായാലും ശരി, പിന്നെ 5ാം ഭാവാധിപൻ ബുധൻ, 8ാധിപൻ ബുധനാണ്. ഒരു പരസ്പര കേന്ദ്രമാണ്. ലഗ്നാധിപൻ ബുധനെ ഒത്തുചേരും. തദ്ദൃഷ്ടി തത് സഹസ്രത്വം തദീയഭോരസ്തുതി തദംശുരസ്തുതി തദ്ഗാഢത്വം ഇത്യാദി പഞ്ചപ്രധാനാः ക്രിയാനാം സർവസമ്മതാः പിന്നേക്ക് പഞ്ചപ്രകാര ബന്ധത്തിൽ പറഞ്ഞാല് അത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ദൃഷ്ടി യുദ്ധപഞ്ചമാഷ്ടമാരിമാർ കേന്ദ്രസ്ഥന്മാരായിട്ട് നീചാരികമായിട്ട് ഈ ബൗദ്ധമോ ശക്തിക്ഷേത്രമോ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ബൗദ്ധം വിട്ട ബുധനാണ്, അത്ര കഴിഞ്ഞ ബുധനാണ് അല്ലെ? ബൗദ്ധത്തിലപ്പോ ശരിക്കും അതെ, ശരിക്കും സുക്ഷേത്ര ബലവാനാണ്. മക്കളെ കഴിഞ്ഞു അല്ലെ? ഒരു ശുഭത്തിന്റെ ആഴത്തിലല്ലേ മക്കളും. അപ്പം ബൗദ്ധജാത ഗ്രഹങ്ങളാണ് മാനസികമായിട്ടുള്ളൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. നവാംശ വിഷയത്തിലും ബന്ധം. അപ്പോൾ അസാധാരണത്തിലുള്ള ബിംബമാണെന്നും അഥവാ ചൈതന്യവത്തായിട്ടുള്ള ബിംബമാണിത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം 5ൽ ഭാഗമില്ല, 8ാമത്തിലേ ഉള്ളൂ. ലിംഗത്തിലും 5ലും ഭാഗമില്ല. പക്ഷെ പരസ്പര കേന്ദ്രം അതുകൊണ്ട് ഹേതുവാണ് വ്യാവസ്ഥ. അതെ അതെ
പിടിപ്പതില്ല കേതുവിന്. സുഭഗ്രഹ ഇതൊക്കെയതു സുദശായാം സുഭപ്രദ. ശിവന്മാരുടെ രാശി സുഭഗ്രഹത്തോട് ചേർന്ന് സുഭഗ്രഹത്തിന് നിർത്തിയിട്ടുള്ള ഗ്രഹം സുഭഗ്രഹത്തിന്റെ വലത്തെ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഈ ഭാവിയിൽ ചൊവ്വയെ കൊണ്ട് നിർമ്മിക്കുന്ന സുബ്രഹ്മണ്യ അല്ല പിന്നെ ലഗ്നാധിപൻ തന്നെയാണ്. പക്ഷെ ഭാവിയിൽ നിന്ന് ചൊവ്വ സുബ്രഹ്മണ്യ പോകും. ഭാവി അഷ്ടമംഗലത്തിൽ നമുക്ക് ഭാവിയിൽ സുബ്രഹ്മണ്യ പോകും കാണിച്ചതുണ്ട്. അത് ഇന്നത്തെ ഇവിടെയുള്ള ദേവതയുടെ പോവാണ്. ഈ മറ്റൊരു സുബ്രഹ്മണ്യം പൗമേ സ്കന്ധകൃതം വ്യാധി ഭൈരവാദി പീഡനം എന്ന് പിന്നെ ബാധയിൽ നിൽക്കുന്നത് ചന്ദ്രൻ ദേവതാംശകം കൊണ്ട് ബുധനും വരും. ഭൂതകാലത്ത് ദുഷ്പിച്ച ഗ്രഹം വിഷ്ണുഭവം കാണിച്ച ഗ്രഹം ബുധനായതുകൊണ്ട് ആ ഭൂതകാലത്ത് ചിന്തിക്കുന്ന ആലുപുറത്തിൽ നിന്ന് വിഷ്ണുഭവം ബുധന് കാണിക്കുകയും ചെയ്തു. ആകിയാണ് അപ്പം അതെ. അപ്പോൾ വിഷ്ണുഭവവും സുബ്രഹ്മണ്യഭവവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ചന്ദ്രൻ ഭഗവതി വിഷയം അത് ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഭഗവതി ക്ഷേത്രമായിട്ടുള്ള പ്രദേശത്തിൽ ദേവിയായിട്ടുള്ള ബന്ധമാണ് ചർച്ച ചെയ്യേണ്ടതാണ്. ചൊവ്വ പിന്നെ സ്കന്ധത്തിൽ അകലിയാലയാമിൽ ഒരു അകലിയാലായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വിഷയം ചൊവ്വ ബാധയിൽ വന്നത് ഒരു പ്രകടനത്തിൽ സുബ്രഹ്മണ്യനാണെങ്കിലും ഒരു പ്രകടനത്തിൽ ആകിയാണുള്ളത്. ആ അതിന്റെ അഷ്ടപതിയായിട്ട് ഗ്രഹചന്ദ്രനാണത്തെ ദക്ഷത്തിലെ വാമയോഗത്തോട് കൂടിയിട്ട് ഒരു വൈശാലികയോഗം കാണിച്ചത് അല്ല. ഒരു അനിഷ്ടയോഗകർത്താവുകയാണല്ലേ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ പാപയോഗവും ശിശുവിന്റെ വിനാശികയും സമഷ്ടകം ഗണപതന്റെ വിശ്വേശ്വരി അസന്ധിര അവലോകിനി വിലവിലക്രമാസംശുദ്ധി കർത്തസൈരേഖ പാപവിദ്യേ വിലഗ്നാരിവേണ. അപ്പൊ ശിശുവിന്റെ വിനാശികയെ ആഗ്രഹത്തിലോ നിൽക്കുന്നതായ ചന്ദ്രന് വിഘനമാശു പാപേക്ഷിയെ പാപദൃഷ്ടി വരികയാണെങ്കിൽ എന്താ ആശു വിഘനം പെട്ടെന്നുണ്ടാകുന്ന കാരണമാണ്. ശുഭേഹിയ സമാഷ്ടകം ശുഭദൃഷ്ടി വരികയാണെങ്കിൽ എന്താ എട്ട് എന്ന് പറയുന്ന കാലഘട്ടമാണ്. അഷ്ടമത്തിലേക്ക് ചന്ദ്രന് വ്യാദൃഷ്ടി വന്നതുകൊണ്ട് അല്ലേ എട്ടല്ലേ വന്നത്. ശുഭദൃഷ്ടി പാപദൃഷ്ടി വന്നാലേ ജലം പറഞ്ഞു ശിശുവിനെ വിനാശികേ ആശു പാപേക്ഷിതേ പാപേക്ഷിതേ പാപദൃഷ്ടി വന്നാലാണ് ആശു വിഘനം. ശുഭേഹി അത് സമാഷ്ടകം ശുഭദൃഷ്ടി വരികയാണെങ്കിൽ അഷ്ടകം